പിതാവായ ദൈവത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, 3 മാസത്തിലധികമായി ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് 4-ാം മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ ഈ വചനം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ പിതാവായ ദൈവത്തിനും കർത്താവായ യേശുക്രിസ്തുവിനും മഹത്വം കൊടുത്തുകൊണ്ടാണ് സംസാരിക്കാൻ തുടങ്ങുന്നത്. അതിനൊരു കാരണമുണ്ട്. അപ്പോസ്തലന്മാര് ലേഖനങ്ങൾ എഴുതിയിരിക്കുന്നത് മുഴുവനും പിതാവായ ദൈവത്തിന് കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും കൃപയും സമാധാനം എന്ന് പറഞ്ഞാണ് അവരത് എഴുതിയിരിക്കുന്നത്. ബൈബിൾ പരിശോധിച്ച് നോക്കുക. അവരുടെ പ്രസംഗം മുഴുവനും പിതാവായ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ടും പിതാവായ ദൈവത്തിൻ്റെ അടുക്കളയ്ക്ക് യേശുക്രിസ്തു അനുഗമിച്ച് യാത്ര ചെയ്യുന്നതിനെക്കുറിച്ചുമായിരുന്നു. യേശുവിൻ്റെ പരിശീലിതകാലം മുഴുവനും, യേശുവിൻ്റെ പ്രസംഗം മുഴുവൻ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് പിതാവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടായിരുന്നു സത്യം. തിരുവചനം മുഴുവൻ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഞാൻ സ്വയമേവ വന്നതല്ല, പിതാവിനെ അയച്ചിട്ട് വന്നതാണ്. ഞാൻ സ്വയമായി ഒന്നും സംസാരിക്കുന്നില്ല. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് പിതാവ് സംസാരിക്കുന്നു. പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കാൻ വന്നു. അങ്ങനെ പിതാവിന് മഹത്വം കൊടുത്തുകൊണ്ട് തന്നെ യേശു പ്രസംഗിച്ചു, സംസാരിച്ചു, ഉപദേശിച്ചു. നമ്മളും അപ്രകാരം പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കണം. പിതാവിൻ്റെ അടുക്കലേക്ക് പോകാൻ നിങ്ങൾ എന്നെ അനുഗമിക്കണം എന്നൊക്കെ പറഞ്ഞാണ് പഠിപ്പിച്ചതെല്ലാം. ഇന്നത്തെ സുവിശേഷം കേൾക്കുന്നതെല്ലാം അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ ലോകത്തിൻ്റെ ആവശ്യങ്ങൾ സാധിക്കാൻ വേണ്ടിയ നമ്മുടെ ചിന്തകളെയൊക്കെ ഭൗതിക വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കാൻ തക്ക വിധത്തിലുള്ള സുവിശേഷങ്ങളൊക്കെ ധാരാളം കേൾക്കുന്നുണ്ട്. ഇന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന സുവിശേഷവുമായി അതായത് ഇതിനൊന്നൊരു ബന്ധവുമില്ല. ഈ ലോകത്തിലെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നതെങ്കിൽ, ആശ്രയിക്കുന്നതെങ്കിൽ നമ്മൾ മറ്റെല്ലാവരേക്കാളും അധമന്മാരാണ് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പറയുന്നത് ഈ ലോകത്തിന് വേണ്ടി അല്ല നമ്മുടെ ജീവിതം. ഇപ്പോഴത്തെ ജീവിതം ഇന്നെ നാളെ തീർന്നു പോകും. അതുകൊണ്ട് ഭൗതിക സമ്പത്തിൻ്റെ വിജയത്തിന് വേണ്ടിയൊന്നും അല്ല നമ്മൾ ക്രിസ്തുവിനെ പ്രസംഗിക്കേണ്ടത് എന്ന് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പൊതുവെ ഒരു മതത്തെയോ ഒരു ജാതിയോ ഒരു സംഘടനയോ ഒന്നും കുറ്റപ്പെടുത്തി സംസാരിക്കാൻ ജീവിതത്തിലിടെ ആകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. തിരുവചനത്തിൽ ഞാൻ ധാരാളം വായിച്ചിട്ടുള്ളത് കൊണ്ട്, അറിഞ്ഞിട്ടുള്ളത് കൊണ്ട് വചനത്തിൽ എഴുതിയിരിക്കുന്നത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് ചുറ്റും പരിശോധിച്ച് നോക്കിയാൽ ഒരു ക്രിസ്ത്യാനിയെ ഒരിടത്തും കാണാനില്ല. ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ അർത്ഥം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ എന്നാണ്. ഈ വാക്കിൻ്റെ അർത്ഥം പോലും അറിയുന്നില്ല പലരും. യേശു പറഞ്ഞു, ശത്രുവിനോട് എതിർക്കരുത്, നിന്റെ ഒരു ചീട്ടത്തടിക്കുന്നതിന് മറ്റേ ചീട്ടും കാണിച്ചു കൊടുക്കണം, നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നീ നന്മ ചെയ്യണം, നിന്നെ ശപിക്കുന്നവരെ നീ അനുഗ്രഹിക്കണം, നിന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിന്റെ ശത്രുവിന് വിശക്കുന്നുണ്ടെങ്കിൽ അവന് ഭക്ഷണം കൊടുക്കണം, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പശുമാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, ലോകത്തിൻ്റെ വെളിച്ചമാണ്. നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്നാപിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവിടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. പിതാവായ ദൈവം ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതിരഹിതരുടെ മേലും തന്നെ മഴ പെയ്യുകയും ചെയ്യുന്നു. ഇപ്രകാരം നമ്മൾ പ്രവർത്തിച്ചാൽ നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രന്മാരായി തീരും എന്നൊക്കെ യേശു പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നുണ്ടെങ്കിൽ
ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം നിങ്ങൾക്കുള്ളത്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. മനുഷ്യർ നിങ്ങളെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും സകലവിധ ദുഷ്കാര്യങ്ങളും വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ആനന്ദിച്ച് സന്തോഷിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ക്രിസ്തുയേശുവിൻ്റെ സ്വഭാവത്തിൽ ജീവിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും ക്രിസ്ത്യാനികൾ അല്ല എന്ന് ഓർക്കുക. യേശു മത്തായി സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം പറഞ്ഞ്, ഞാൻ സൗമ്യതയും വിനീതഹൃദയനുമാകിയ എൻ്റെ മുഖം വഹിച്ചുകൊണ്ട് എന്നിൽ നിന്ന് പഠിക്കുവിൻ. അപ്പോൾ ഈ വിധത്തിൽ യേശുവിൻ്റെ സ്വഭാവം എല്ലാവിധത്തിലും കുറ്റമറ്റതാണ്. നമ്മൾ ഒരു കാര്യം ഓർക്കുക, ഏതെങ്കിലും മനുഷ്യന് വെറുപ്പ്, വിദ്വേഷം, വൈരാഗ്യം, കോപം, നീരസം, അതിരുമ, തർക്കം ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മുടെ സമ്പത്ത് നമ്മുടെ ദൈവമായിരിക്കണം. നമ്മുടെ ഹൃദയം നിഷ്കളങ്കമായിരിക്കണം. യാതൊരു മനുഷ്യരുടെ അസൂയോ വൈരാഗ്യം ഒന്നും ഉണ്ടാകരുത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. ഓർക്കുക, അങ്ങനെ എല്ലാവിധത്തിലും ക്രിസ്തുവിൻ്റെ ഉപദേശപ്രകാരം ജീവിക്കുന്നവരും മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്ന് നമ്മുടെ കർത്താവും അപ്പോസ്തലന്മാരും വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെ ജീവിക്കുന്നില്ലെങ്കിൽ പലരും പറയുന്ന കാര്യമുണ്ട്, പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടാണ് ഞങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നത് എന്നൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ സത്യമായിട്ട് പറയുകയാണ്, അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അവരാ പറയുന്നതൊന്നും പരിശുദ്ധാത്മാവിൽ നിന്നാണെന്ന് അവൾ പ്രവൃത്തി കണ്ടാൽ പറയാൻ പറ്റുകയില്ല. യേശു പറഞ്ഞു, ഫലത്തിൻ്റെ വൃക്ഷത്തെ അറിവിൻ. ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മൾ വെളിപ്പെടുന്നില്ല എങ്കിൽ എന്ത് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കരുത്. തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ സംസാരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ചുറ്റും ഒരു ക്രിസ്ത്യാനിയെ എവിടെയെങ്കിലും കാണാനുണ്ടോ? എവിടെയെങ്കിലും ഒരു ക്രിസ്ത്യാനിയെ കാണാൻ ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പറ. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിൽ ജീവിക്കുന്ന, നമ്മുടെ സംസാരത്തിലൂടെ, പ്രവർത്തിയിലൂടെ, ജീവിതത്തിലൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി തരാൻ കഴിയുന്ന നിഷ്കളങ്കനായ ഒരു വ്യക്തിയെ കാണാൻ ഉണ്ടോ? ചിന്തിക്കുക. ദൈവമായ പ്രിയമുള്ളവർ, ഈ വിധത്തിൽ നമ്മൾ ജീവിക്കുന്നെങ്കിൽ ക്രിസ്ത്യാനിയായി ജീവിക്കുക. നമ്മൾ ക്രിസ്തുവിനോട് യാത്ര ചെയ്യുക. എങ്കിൽ നിത്യതയോളം ദൈവരാജ്യത്തിൽ, പിതാവായ ദൈവത്തിൻ്റെ ഭവനത്തിൽ ക്രിസ്തുവിനോടൊത്ത് നമുക്ക് വാഴാൻ കഴിയും. ഇല്ലെങ്കിൽ നിത്യകാലം മരണാന്തരം ശിക്ഷാവിധിയിലായി പോകും എന്നൊരു കാര്യം മറക്കരുത്. വലിയേറിയ ജീവിതം നമ്മൾ നരകത്തിനായി ഏൽപ്പിച്ചു കൊടുക്കരുത്. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ ധാരാളം